അപ്പോഴേ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്ന് വുമൻസ് ഡേ അല്ലേ, അപ്പോൾ കമ്മലൊക്കെ ഒന്ന് എടുത്തിട്ടേക്കാൻ എഴുതി ഇത്തിരി ലിപ്സ്റ്റിക്കൊക്കെ തേച്ച് ക്രീമൊന്നും തേച്ചില്ല കേട്ടോ, കാരണം ക്രീം തീർന്നു പോയി. സത്യം. പിന്നെ ഈ പോണ്ട വെട്ടുണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ഭംഗിയായിട്ട് തോന്നുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, അത് നിങ്ങളാ പറയണ്ടേ. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹാപ്പി വുമൻസ് ഡേ. എൻ്റെ എല്ലാ മക്കൾക്കും കേട്ടോ, എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഹാപ്പി വുമൻസ് ഡേ. അപ്പം ഞാൻ പറയാൻ വന്നതേ, എനിക്ക് ആ 3 മിനിറ്റിലൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഇത് എത്ര പേര് കാണുമെന്നറിയില്ല, എന്നാലും 1-2 പേര് കണ്ടാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം കേട്ടാലും വേറൊന്നും കൊണ്ടല്ല, നമുക്ക് വുമൻസ് ഡേ ആണ് അല്ലേ. നമ്മൾ സ്ത്രീകളെല്ലാത്തിനും സമത്വമൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഭയങ്കരമായിട്ട്, പക്ഷേ എത്രത്തോളം അത് വന്നിട്ടുണ്ട് എന്നൊന്നും അറിയില്ല. എങ്കിലും നമുക്ക് പരസ്പരം ദേവിയായിട്ടോ ഒന്ന് വലിയ അങ്ങനെയൊന്നും ദേവിയായിട്ട് പൂജിക്കണം. ഇന്നൊരു ദിവസം ഭയങ്കരമായിരിക്കും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഹൈപ്പ് ഭയങ്കരമായിട്ടിരിക്കുമല്ലേ. എല്ലാം അങ്ങനെയാണ്, അമ്മയാണ്, സഹോദരിയാണ്, മോളാണ്. ഇന്ന് നാളെ 24 hours കഴിഞ്ഞാൽ വീണ്ടും എല്ലാം പഴയതുപോലെ. എങ്കിലും അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് ഒരു ദിവസം കിട്ടുന്നത് ഹാപ്പിയാണ്. എങ്കിലും എനിക്കെന്തോ പെൺകുട്ടികളെക്കാട്ടിലും വിശ്വസിക്കാൻ പറ്റുന്നത് ആൺകുട്ടികളാണെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ എന്നും അത് തന്നെയാണ് വിശ്വസിക്കുക. കാരണം നമ്മൾ പെണ്ണുങ്ങളുണ്ടല്ലോ കുറച്ച് കുരുട്ടുബുദ്ധി കൂടുതലുള്ളവരാണ്. എനിക്ക് സ്ത്രീകളെക്കാട്ടിലും ഇഷ്ടം. അങ്ങനെ പറയുന്നത് കൊണ്ട് ഇനി എന്നെ കാണുന്ന സ്ത്രീകളൊന്നും എന്നെ ഇട്ടേച്ച് പോകരുത്. സത്യം പറഞ്ഞാൽ അവരൊരു പാവമല്ലേ. നമ്മുടെ മനസ്സ് എത്ര സ്ട്രോങ് ആണ് അത്രയൊന്നും ഇല്ല അവർ. പക്ഷേ അമ്മമാരാണ്, നമുക്കാണ് എല്ലാ വേദനകളും എല്ലാം ദൈവം തന്നിരിക്കുന്നതല്ലേ. എങ്കിലും നമ്മൾ സ്ത്രീകൾ പലയിടത്തും നമ്മൾ മാറി നിൽക്കുന്നിടത്തെല്ലാം അവർ വന്നൊരു പ്രളയം വന്നാലും എന്തെല്ലാം കാര്യങ്ങൾ വന്നാൽ അവർ മുന്നേ വന്ന് കിടന്ന് നമ്മളെക്കാട്ടിലും മുമ്പേ ഇറങ്ങി. അവിടെ ഫുള്ള് ഒരു 80% ആണുങ്ങളെ ഉണ്ടാവുള്ളൂ അല്ലേ. നമ്മൾ വീട്ടിൽ കാപ്പിയൊക്കെ ഇട്ട് അവർക്ക് കൊടുത്തല്ലേ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നമ്മൾ സഹായിക്കുന്നുണ്ടാവും മറുഭാഗത്തു നിന്ന്, നമ്മളെ കാണുന്നുണ്ടാവില്ല. എങ്കിലും നമ്മൾ സമത്വം പറയുമ്പോഴും അവർ ശാരീരികമായിട്ട് കുറച്ച് ശക്തിയൊക്കെ ഉള്ളവരുണ്ട്. ഇന്ന് പലയിടത്തും എല്ലാ സ്ത്രീകളും മുന്നിൽ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ പറയുന്നത് എന്നെപ്പോലുള്ള സാധാരണ അമ്മമാർക്ക്, ഞാനൊന്നും ആവാത്തത് എൻ്റെ മറ്റാരുടെയും കുഴപ്പമല്ല. എങ്കിലും ഞാൻ പറയാം, സമത്വം പറയുമ്പോഴും നമ്മൾ പരസ്പരം ബഹുമാനിച്ചാൽ മതി. ഒരു സിനിമയിൽ പറയുന്ന പോലെ കാപ്പി ഇടുമ്പം പഞ്ചസാരയും തേയിലയും കാപ്പിപ്പൊടിയും ഒക്കെ അങ്ങനെ ഇട്ട് പാകത്തിനിട്ട് വരുമ്പോൾ ഒരു ദിവസം നല്ല കാപ്പിയാവുമെന്ന് പറയുന്നത് പോലെ നമ്മൾ പരസ്പരം അങ്ങോട്ടും കുഞ്ഞി വഴക്കുകളും പിണക്കങ്ങളും പരിഭവങ്ങളും പരസ്പരം ബഹുമാനമാണ് എവിടെയും വേണ്ടത് കേട്ടോ. ഭരണം പാടില്ല. ഈ ഭരിക്കപ്പെടുന്നത് ഭയങ്കര സങ്കടമാണ് കേട്ടോ. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അവരുടെ മനസ്സ് ഭയങ്കരമായിട്ട് വേദനിക്കും. അപ്പോൾ നിങ്ങൾ ആണുങ്ങൾ അതൊന്നും ഓർത്താൽ മാത്രം മതി. ഞങ്ങൾക്കൊരു തുള്ളി സ്നേഹം തന്നാൽ മതി, ഞങ്ങൾ ഒരു കടലോളം സ്നേഹം തിരിച്ചു തരും, സത്യം. പക്ഷെ നമ്മൾ സ്ത്രീകൾ തന്നെയാണ് നമ്മൾ സ്ത്രീകൾക്ക് അപമാനമായിട്ട് മാറുന്നത്. കഴിഞ്ഞ യൂട്യൂബിലൊക്കെ വന്ന് ഒരു വീഡിയോ, എവിടെയോ പോയിട്ട് ഒരു വ്ളോഗറാണ്, അവർ ഒരുപാട് എന്നെക്കാട്ടിലും എത്രയോ വലിയ ആളാണ്. എങ്കിലും അവർ പോയിട്ട് ഒരു മസാജ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട്, അതേസമയം ഒരു ആണ് ചെന്നിട്ട് ഒരു പെണ്ണിനെ വെച്ച് മസാജ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അവനെന്തോ വലിയ മോശക്കാര്യം ചെയ്തു എന്ന് വരുത്തും നമ്മൾ. പക്ഷേ സ്ത്രീകൾ എത്ര അഭിമാനത്തോടെ അതൊക്കെ എടുത്തിട്ടിട്ട്, ആണുങ്ങളെയാണെങ്കിലും നമ്മൾ പറയും നഗ്നതാ പ്രദർശനം നടത്തി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞവരെ ക്രൂശിക്കും. പക്ഷെ നമ്മൾ പെണ്ണുങ്ങൾക്ക് എവിടെ വേണേലും എന്ത് വേണേലും കാണിക്കാം അല്ലേ. ശരീരത്തിൻ്റെ ഏത് ഭാഗം കാണിച്ചാലും അവരുടെ നോട്ടത്തിന് നമ്മൾ കുറ്റം പറയൂലേ. പക്ഷേ ആണുങ്ങളൊരു ഷർട്ട് ഇടാതെ റോഡിൽ കൂടി നടന്നാൽ നമ്മൾ പറയും നഗ്നതാ പ്രദർശനമാണെന്ന്. അപ്പോൾ അങ്ങനെ ഒന്നും വേണ്ട, നമുക്ക് പരസ്പരം പോരും വഴക്കും ഒന്നും വേണ്ട. നമ്മൾ ആണ് പെണ്ണ് അങ്ങനെയൊന്നുമില്ല. നമുക്ക് മനസ്സിലാക്കി പരസ്പരമുള്ള കുറവുകൾ, പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ കുറവുകളുണ്ട്, കഴിവുകളുണ്ട്, ആണുങ്ങൾക്കും ഉണ്ട് കുറവുകൾ, അവർക്ക് നമ്മളേതായിട്ട് കഴിവുകൾ. അപ്പം ബഹുമാനിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ബഹുമാനിച്ച് മുന്നോട്ട് പോകാം. പരസ്പരം ബഹുമാനത്തോടെ സ്നേഹമുള്ളിടത്ത് ബഹുമാനം ഉണ്ടാവും കേട്ടോ. പിന്നെ അടിയും പിണക്കമൊക്കെ ഉണ്ടാവും, എങ്കിലും ഭരിക്കപ്പെടരുതെന്നൊരാഗ്രഹം എനിക്കുണ്ട്. ഭരിക്കരുത്, നമ്മൾ അങ്ങോട്ടും ഭരിക്കരുത് ഇങ്ങോട്ടും ഭരിക്കരുത്. പക്ഷേ എത്രത്തോളം അതൊക്കെ പ്രാവർത്തികത്തിൽ വരുമെന്നൊന്നും അറിയില്ല, എങ്കിലും ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എൻ്റെ എല്ലാ അമ്മമാർക്കും സഹോദരങ്ങൾക്കും, എൻ്റെ കല്യാണം കഴിക്കാൻ പോകുന്ന ഓരോ സഹോദരങ്ങളും മക്കളുണ്ട്, ഒത്തിരി പേരുണ്ട്, അവരോടൊക്കെ പറയാണ് ബഹുമാനിക്കുക സ്ത്രീകളെ, അത്രയേ ഉള്ളൂ. അമ്മയെ ബഹുമാനിക്കുക. കാരണം അമ്മ എന്ന് പറയുന്ന വാക്കിൻ്റെ അതുപോലെ തന്നെയാണ് അച്ഛനും അതേ തുല്യ ഇതുണ്ട്. പക്ഷേ സ്ത്രീകൾ കുറേ കൂടി വേദനകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ആണുങ്ങൾ വേദനിക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, എനിക്കിതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നറിയില്ല. എങ്കിലും ഞാൻ പറയാം, നമ്മൾ ബഹുമാനിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. നമുക്ക് കൊച്ചു ആയുസേ ഉള്ളൂ, ഒരു പുൽക്കൊടിയുടെ ആയുസ് മാത്രമേ ഉള്ളൂ.
അത്രയേ ഉള്ളൂ. നമുക്ക് വളരെ ഷോർട്ടാണ്. നമുക്ക് ബഹുമാനിച്ച് മുന്നോട്ട് പോകാം. ബഹുമാനം എന്ന് പറയുന്നത് എന്താ? കാലേ തൊട്ട് തൊഴുക, കൈകൂപ്പുക, അതൊന്നുമല്ല. ഒന്ന് ഹഗ് ചെയ്ത്, ഒന്ന് ചിരിച്ച്, ഒന്ന് തോളിൽ തട്ടി, ഒന്ന് വേദനിക്കുമ്പോൾ ഒന്ന് ചേർത്ത് പിടിച്ച് ഞാൻ